ഇതാദ്യമായിട്ടായിരിക്കും ഒരു സ്ത്രീയുടെ ഗർഭകാലവും ഡെലിവറി വീഡിയോയും ഒക്കെ തന്നെയും മലയാളികൾ ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. തികച്ചും വികാരനിർഭരമായ നിമിഷങ്ങളിലൂടെയായിരുന്നു ആ സമയത്ത് താരകുടുംബം കടന്നുപോയത്. അതൊക്കെ തന്നെയും ഒട്ടും തന്നെ എഡിറ്റ് ചെയ്യാതെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു താരകുടുംബം. ദിയാകൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്റെ ഡെലിവറി വീഡിയോ അടക്കം പങ്കുവച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതാദ്യമായിട്ടായിരിക്കും ഒരു സ്ത്രീയുടെ ഡെലിവറി വീഡിയോ ആരാധകരെല്ലാവരും ഇത്രമാത്രം കണ്ട് ഇത്രമാത്രം വലിയ രീതിയിൽ തന്നെ അത് ഏറ്റെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ദിയാകൃഷ്ണ സ്വന്തം കുടുംബത്തിലെ അംഗം പോലെയാണ് മലയാളികൾക്ക്. ഫാമിലി ഒന്നടങ്കമായിരുന്നു ദിയയ്ക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് ലേബർ റൂമിനകത്തുണ്ടായത്. ഇതെങ്ങനെ സംഭവിക്കുമെന്നായിരുന്നു ആരാധകരും തിരക്കിയത്. സത്യം പറഞ്ഞാൽ കിംസിലെ വലിയൊരു ലേബർ സൂട്ട് റൂം തന്നെയാണ് ദിയാകൃഷ്ണയും കുടുംബവും തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിനകത്തേക്ക് പ്രവേശിക്കാമായിരുന്നു. ഹഹാനയും ഹൻസികയും ഇഷാനിയും ഉൾപ്പെടെ സിന്ധു കൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേഷ് വരെ ഉണ്ടായിരുന്നു ദിയയോടൊപ്പം സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അതേസമയം അശ്വിന്റെ വീട്ടുകാരെ ഒന്നും തന്നെ കണ്ടിരുന്നില്ല. അശ്വിന്റെ അമ്മയോ അച്ഛനോ സഹോദരിയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു ഘട്ടത്തിൽ അവരെ ഒന്നും കാണാത്തതിൽ ആരാധകരും വലിയ നിരാശയിലായിരുന്നു. ഒടുവിൽ ഇവരൊക്കെ തന്നെയും തല്ലിപ്പിരിഞ്ഞോ എന്ന് വരെ കമന്റ് ബോക്സിലൂടെ ചോദ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അശ്വിന്റെ കുടുംബം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ലേബർ റൂമിലേക്ക് എത്തിയില്ല എന്ന് മാത്രം. കുഞ്ഞ് ജനിച്ച ശേഷമാണ് അവർ ദിയയും കുഞ്ഞിനെയും കാണാനായി അകത്തേക്ക് എത്തുന്നത്. അതുവരെയും അവരെല്ലാവരും തന്നെ കുഞ്ഞിനും വേണ്ടിയിട്ടും ദിയയ്ക്ക് വേണ്ടിയിട്ടും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വീഡിയോയുടെ അവസാന ഘട്ടങ്ങളിലൊക്കെ തന്നെയും കുഞ്ഞിനെ കാണാൻ വേണ്ടി വരുന്ന മീനമ്മയൊക്കെ തന്നെയും വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഡെലിവറി സമയത്ത് അവരൊന്നും തന്നെ അകത്തുണ്ടായിരുന്നില്ല. സഹോദരിമാരും അമ്മയും ഭർത്താവും അടുത്തുള്ളപ്പോൾ തന്നെയായിരിക്കും ഏതൊരു സ്ത്രീക്കും അത്രമാത്രം സപ്പോർട്ട് ലഭിക്കുക. അതുകൊണ്ട് തന്നെയാണ് അഹാനയും ഇഷാനിയും ഹൻസികയും അശ്വിനും അമ്മയും ഒക്കെ തന്നെയും ദിയയ്ക്ക് താങ്ങും തണലുമായി ലേബർ റൂമിൽ തന്നെ തുടർന്നത്.